ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും തലപൊക്കുന്നുവെന്ന സൂചന കഴിഞ്ഞ കുറേ കാലമായി ചുരുക്കം ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അത്തരം വാർത്തകളെ ഉറപ്പിക്കുന്ന വിധത്തിൽ 143 പേരെ ക്രൂരമായി വധിച്ചുകൊണ്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്ന ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് IS തീവ്രവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോസ്കോയിൽ സംഗീത പരിപാടിക്കിടെ ഭീകരർ ആക്രമണം നടത്തിയത്. അങ്ങേയറ്റം ക്രൂരമായ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ ഉൾപ്പെടെ 11 പേരെ അറസ്റ്റ് ചെയ്തതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രസ്താവിച്ചെങ്കിലും തൊട്ടു പിന്നാലെ ആക്രമണത്തിൻ്റെ പിന്നിൽ തങ്ങളാണെന്നും തങ്ങളുടെ 4 പ്രവർത്തകർ മോസ്കോയിൽ കയറി സംഗീത പരിപാടിക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം സുരക്ഷിതമായി താവളങ്ങളിലേക്ക് തിരിച്ചെത്തിയെന്നും ടെലഗ്രാം സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടുകൊണ്ട് ISഉം രംഗത്ത് വരികയായിരുന്നു. ഇതോടെ കഴിഞ്ഞ 5-ലധികം വർഷങ്ങളായി പാസീവായി കിടന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പൂർവാധികം ശക്തി പ്രാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെ കീഴടക്കാനെന്ന് പറഞ്ഞ് സൂത്രങ്ങളോതി ഇസ്ലാമിലെ നിരപരാധികളുടെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കി കയ്യിൽ ആയുധവും സ്ഫോടക വസ്തുക്കളും നൽകി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ തച്ചുടച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഈ ഭീകര സംഘടന ഇല്ലാതാക്കിയത് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവിതമായിരുന്നു. ലോകമെങ്ങും തീവ്രവാദത്തിന് പാലൂട്ടിയ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ച് മനുഷ്യച്ചോരയിൽ കുളിച്ച് അവർ വെറി ശമിപ്പിച്ചിരുന്നത് 2014, 2015, 2016 കാലഘട്ടങ്ങളിലായിരുന്നു. അക്കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇറാഖ്, സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഈ തീവ്രവാദ സംഘടന തങ്ങളുടെ കാൽക്കീഴിൽ വെച്ച് ഭരിച്ചിരുന്നു. ഈ കാലത്ത് തന്നെയാണ് 130 പേരെ കൊന്നൊടുക്കിയ പാരീസിലെ ആക്രമണം അടക്കം യൂറോപ്പിൽ നിരവധി ആക്രമണങ്ങൾ അവർ നടത്തിയത്. എന്നാൽ 2017 ശേഷം മെല്ലെ അവരുടെ ശക്തി ക്ഷയിച്ചും സ്വാധീനം നഷ്ടപ്പെട്ടും ചോരക്കൊതികൾ അടക്കിപ്പിടിച്ച് അത്ര സജീവമല്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞ ഭീകര സംഘമാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധശേഖരം കയ്യിലുള്ള റഷ്യയുടെ തലസ്ഥാന നഗരിയെ കുരുതിക്കളമാക്കിക്കൊണ്ട് തലമുക്കിയിരിക്കുന്നത്. മോസ്കോയിലെ ഒരു സിനഗോഗ് ആക്രമിച്ച് യഹൂദരെ ഇല്ലാതാക്കാനുള്ള പദ്ധതി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മോസ്കോയിലെ സംഗീത പരിപാടിയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് IS ഭീകരർ രംഗത്ത് വന്നത്. ഇങ്ങനെ വിമോചനത്തിൻ്റെ പേര് പറഞ്ഞ് ഹമാസ് തീവ്രവാദികൾ നടത്തിയത് അങ്ങേയറ്റം ക്രൂരമായ മനുഷ്യക്കുരുതിയാണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അധികാരക്കൊതിമൂത്ത രാഷ്ട്രീയക്കാരും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിധത്തിൽ തീവ്രവാദികളെ പോരാളികളെന്ന് വിളിച്ച് പിന്തുണച്ച് രംഗത്ത് വന്നത് ഈ കെട്ട കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ സമയമാണ് തങ്ങളുടെ തിരിച്ചുവരവിന് പറ്റിയ സമയമെന്ന് തിരിച്ചറിഞ്ഞ് IS രംഗത്ത് വരികയായിരുന്നു എന്ന് വേണം കരുതാൻ. IS ലോകത്ത് ശക്തി പ്രാപിച്ചിരുന്ന കാലത്ത് അതുപോലെ തന്നെ ശക്തമായിരുന്നു ISലെ മലയാളി സാന്നിധ്യവും. എന്നാൽ ഇസ്ലാം പ്രീണനത്തിന് മത്സരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതെല്ലാം നിസാരവൽക്കരിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ തീവ്രവാദി ആക്രമണങ്ങളുടെ അടിവേരുകൾ തേടി അന്വേഷണ സംഘങ്ങൾ കേരളത്തിൽ സ്ഥിരമായി എത്തിത്തുടങ്ങിയതോടെ ഡീറാഡിക്കലൈസേഷൻ പരിപാടികൾ നടന്നെങ്കിലും അതൊന്നും യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണായി മാറിയ കേരളത്തിൽ 4 വോട്ടിനു വേണ്ടി ചോരക്കൊതി മൂത്ത് നടക്കുന്ന തീവ്രവാദികളെ പ്രീണിപ്പിച്ചും പിന്തുണച്ചും മുന്നേറുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ തണൽ പറ്റി കൂടുതൽ തീവ്രവാദികൾ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. IS റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രധാന കേന്ദ്രം എന്ന ദുഷ്പേര് സ്വന്തമായ കേരളത്തിലെ സർക്കാർ ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ആർക്കോ വേണ്ടി ഉറക്കം നടിച്ച് തന്നെ ഇരിക്കും എന്ന് വേണം കരുതാൻ.